തലസ്ഥാനത്ത് ഇത്തവണയും വാശിയേറിയ പോരാട്ടമാണ്. ഒന്നാഞ്ഞു പിടിച്ചാൽ ഒപ്പം പോരുമെന്ന് ബി.ജെ.പിയും കൈവിടില്ലെന്ന് കോൺഗ്രസും ജനകീയനായ അട്ടിമറിക്കാരനെ തന്നെ സി.പി.ഐയും രംഗത്തിറക്കിയതോടെ മൂന്നു പേർക്കും തുല്യ ജയസാധ്യത. ഒന്നാമതെത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയെന്നതും. കൂടുതൽ തവണ വലതുമുന്നണിക്കൊപ്പം നിന്നതാണ് തെരഞ്ഞെടുപ്പ് ചരിത്രമെങ്കിലും ഇടതുമുന്നണിയെയും ചേർത്തു നിർത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി രണ്ടാമതുള്ള മണ്ഡലവും തിരുവനന്തപുരമാണ്. ആടിയുലയുന്ന മനസ്സാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ വിജയി ആരെന്നറിയാൻ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടി വരും. മണ്ഡലം കോൺഗ്രസിൻ്റെ സുരക്ഷിത ഇടമായാണ് കണക്കാക്കുന്നത്. കോൺഗ്രസിനെ വേണ്ടപ്പോൾ ശിക്ഷിക്കാനും അല്ലാത്തപ്പോൾ ചേർത്ത് നിർത്താനും മടി കാണിക്കാത്ത മണ്ഡലമായി തിരുവനന്തപുരത്തെ കാണാം. 1980 മുതൽ 12 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ജയിച്ചത് 9 തവണ, ഇടതുപക്ഷം 4 തവണ ജയിച്ചു. 2009 കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന് 99,998 വോട്ടുകളുടെ വിജയം സമ്മാനിച്ച ശേഷം 2014 15,470 വോട്ടുകളായി ഭൂരിപക്ഷം കുറച്ചു. ഒരു ഘട്ടത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിന് വലിയ വിജയപ്രതീക്ഷ നൽകിയ മണ്ഡലം. 2019 തരൂരിൻ്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിനടുത്തായിട്ടും ബി.ജെ.പി രണ്ടാമതെത്തിയ മണ്ഡലം. 1977 സി.പി.ഐ നേതാവ് എം.എൻ. ഗോവിന്ദൻ നായർക്ക് 69,822 വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകി തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുത്തിയ മണ്ഡലം. ജയിച്ചത് കോൺഗ്രസിലെ നീലലോഹിതദാസൻ നാടാർ. ഭൂരിപക്ഷം 1,07,057 വോട്ടുകൾ. കെ കരുണാകരൻ കൊണ്ടുവന്ന എ ചാൾസിനെ 3 തവണ വിജയിപ്പിച്ച മണ്ഡലം. മണ്ഡലം പിടിക്കാൻ 1989 കവി ONV കുറുപ്പിനെ പോലും LDF രംഗത്തിറക്കിയെങ്കിലും ഫലം കണ്ടില്ല. 1984, 1989, 1991 വർഷങ്ങളിൽ എ ചാൾസിനെ കരുണാകരൻ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയാക്കിയതോടെ നാടാർ വോട്ടുകൾ വിഭജിച്ചു. 1996 സി.പി.ഐയുടെ KV സുരേന്ദ്രനാഥിലൂടെ LDF മണ്ഡലം തിരിച്ചുപിടിച്ചു. 1998 കെ കരുണാകരനിലൂടെയും 1999 VS ശിവകുമാറിലൂടെയും മണ്ഡലം കോൺഗ്രസ് നിലനിർത്തി. 2004 സി.പി.ഐയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ PK വാസുദേവൻ നായരാണ് വിജയിച്ചത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ സി.പി.ഐ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ വിജയിച്ചു. 2009 2014 2019 ജയം കോൺഗ്രസ് നേതാവ് ശശി തരൂരിനൊപ്പം. എ ചാൾസിന് ശേഷം മണ്ഡലത്തിലെ ഹാട്രിക് വിജയം. തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, കോവളം, നെയ്യാറ്റിൻകര, പാറശാല എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. 1984 തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി പി കേരളവർമ്മരാജ തൻ്റെ സ്ഥാനാർത്ഥിത്വം ശ്രദ്ധേയമാക്കി. അന്ന് 1 ലക്ഷത്തിലേറെ വോട്ട് പിടിച്ച കേരളവർമ്മരാജ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായെങ്കിലും ഹിന്ദു മുന്നണി നേടിയ വോട്ട് നേടാനായില്ല. 1998 കേരളവർമ്മരാജ ബി.ജെ.പിക്കായി 1 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു. 99 ഒ രാജഗോപാൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 1.5 ലക്ഷത്തിലധികമാക്കി. 2000 രാജഗോപാൽ തന്നെ മത്സരിച്ചു. വോട്ട് വർദ്ധിച്ച് 2 ലക്ഷത്തിന് മുകളിലെത്തി. 2005 ഉപതെരഞ്ഞെടുപ്പിൽ CK പത്മനാഭൻ കേവലം 36,000 വോട്ടുമായി 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 2009 തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് രാജഗോപാലിൻ്റെ നേട്ടം നിലനിർത്താനായില്ല. ബി.ജെ.പി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2014 വീണ്ടും രാജഗോപാൽ മത്സരിക്കുകയും ബി.ജെ.പിയെ വിജയത്തിനരികെ എത്തിക്കുകയും ചെയ്തു. 2019 കുമ്മനം മത്സരിച്ചെങ്കിലും 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 3ാം സ്ഥാനത്താണ് സി.പി.ഐ. ഒരിക്കൽ കൂടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയെന്നത് സി.പി.ഐക്കാർക്ക് ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് തന്നെയാണ് പഴയ പടക്കുതിരയെ വീണ്ടും രംഗത്തിറക്കിയത്. ഇതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പ്രകടമാണ്. തീരദേശ മേഖലയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് കോൺഗ്രസിൻ്റെ വിജയരഹസ്യം. ആരു വന്നാലും സിറ്റിംഗ് MP വെല്ലുവിളിയാകില്ലെന്നാണ് കോട്ട കാക്കുന്നവർ പറയുന്നത്. ഇത്തവണ വിജയിച്ചേ മടങ്ങുവെന്ന് ബി.ജെ.പിയും പറയുന്നു. തലസ്ഥാനത്ത് നിന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് ആരെ കയറ്റിവിടും അറിയാൻ കാത്തിരിക്കുക തന്നെ.